ഹലോ എവരിവൺ, ഈ ചാനലിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ചാനലിൽ വരുന്ന പരിപാടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഹാമുകൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ മോഡുലേഷൻ, ഡിമോഡുലേഷൻ പോലുള്ള കാര്യങ്ങൾ. FM റേഡിയോ നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ AM റേഡിയോ എന്ന അധികാരം പറയാറില്ല. അതിന് പകരം മീഡിയം വേവ്, ഷോർട്ട് വേവ് റേഡിയോസ് എന്നൊക്കെ ആയിരുന്നു നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. AM FM എന്നുള്ളത് അതൊരു മോഡുലേഷൻ മെത്തേഡാണ്. നേരത്തെ ഉണ്ടായിരുന്നത് AM ആയിരുന്നു വ്യാപകമായിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ കോഴിക്കോട് ഒക്കെ റേഡിയോ സ്റ്റേഷൻ വന്ന 1950കളിൽ FM എന്താണെന്നും ആർക്കും അറിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതൊരു തരം മോഡുലേഷൻ സാങ്കേതിക വിദ്യയാണ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആൻഡ് ഫ്രീക്വൻസി മോഡുലേഷൻ, രണ്ട് തരം മോഡുലേഷനാണുള്ളത്. സാധാരണ ഉപയോഗിക്കുന്നത് വേറെ മോഡുലേഷനുകളുണ്ട്. അപ്പോൾ ഈ സാധാരണ ഉപയോഗിക്കുന്ന ഈ മോഡുലേഷനിൽ AM മോഡുലേഷനിലാണ് HF ട്രാൻസ്മിഷനുകൾ നടത്തുന്നത്. AM മോഡുലേഷൻ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, അതായത് ലോങ് റേഞ്ച് കമ്മ്യൂണിക്കേഷനൊക്കെ AM ട്രാൻസ്മിഷനാണ് ഉപയോഗിക്കുന്നത്. അതിന് കാരണമുണ്ട്. ഭൂമിയുടെ ചില പ്രത്യേകതകൾ കാരണം. അതിന് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അയോണോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, പല ലെയറുകളുണ്ടല്ലോ. അപ്പോൾ ഈ ഭൂമിയുടെ ഈ അന്തരീക്ഷത്തിന്റെ ചില പ്രത്യേകതകൾ കാരണം ഈ AM ട്രാൻസ്മിഷൻ വെരി ലോങ് റേഞ്ച് ആയിട്ട് പോകുന്നില്ല. അത് റിഫ്ലക്ട് ചെയ്തൊരു ഈ അയോണോസ്ഫിയറിൽ തട്ടി റിഫ്ലക്ട് ചെയ്ത് അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് വെരി ലോങ് റേഞ്ച് ആയിട്ട് പോകാൻ പറ്റുന്നുള്ള, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. അതിൽ തന്നെ SSB എന്നൊരു ടെക്നോളജിയിലാണ് ഹാമുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ലോങ് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ AM-ൽ വളരെ കുറച്ച് ആളുകളെ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. കുറഞ്ഞ പവറിൽ കൂടുതൽ റേഞ്ചിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ആണ് SSB-യുടെ പ്രത്യേകത. സിംഗിൾ സൈഡ് ബാൻഡ് എന്ന് പറയും. സിംഗിൾ സൈഡ് ബാൻഡ് എന്ന് പറയുമ്പോൾ ചില നമ്മുടെ പറയുന്ന ശബ്ദത്തിനെ ഒരു കാരിയർ വേവ് ആയിട്ട്, ചില ഒരു ഹൈ ഫ്രീക്വൻസി കാരിയർ വേവ് ആയിട്ട് മോഡുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്നാലേ ആ ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നലിന് മാത്രമേ അത്രയും ലെങ്ത്തിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മോഡുലേഷൻ എന്ന ടെക്നോളജി സാങ്കേതിക വിദ്യയിലാണ് ഇത് പോസിബിൾ ആയിട്ടുള്ളത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്യുമ്പോൾ അതിന് രണ്ട് സൈഡ് ബാൻഡുകൾ ഉണ്ട്. ആ രണ്ട് സൈഡ് ബാൻഡുകളിൽ ഒരു സൈഡ് ബാൻഡ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് ലോവർ സൈഡ് ബാൻഡോ അപ്പർ സൈഡ് ബാൻഡോ ഏതെങ്കിലും ഒരു സൈഡ് ബാൻഡ് മാത്രം ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ആ മിസ്സായ സൈഡ് ബാൻഡ് റിസീവ് ചെയ്യുന്ന സെറ്റുകളിൽ നിന്ന് രണ്ടാമത് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് SSB. നേരത്തെ വോയിസ് കമ്മ്യൂണിക്കേഷൻ വ്യാപകമാവുന്നതിന് മുന്നേ CW കണ്ടിന്യൂസ് വേവ് എന്ന് വെച്ചാൽ ടോൺ ഉപയോഗിച്ചിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തിരുന്നു. അതായത് മോഴ്സ് കോഡ് വികസിപ്പിച്ചിട്ട് ആ മോഴ്സ് കോഡ്, അതായത് ഓരോ അക്ഷരങ്ങൾക്കും ഓരോ ടോണുകൾ, ആ ടോണുകൾ ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സമയം. അത് ഇപ്പോഴും നിലവിലുണ്ട്, പക്ഷെ അത്ര വ്യാപകമായ ഉപയോഗിക്കുന്നില്ല. കാരണം വോയിസ് കമ്മ്യൂണിക്കേഷനിൽ തന്നെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിപ്പോയി. അന്ന് വോയിസ് കമ്മ്യൂണിക്കേഷൻ വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റുകൾ വന്നതുകൊണ്ട് അപ്പോൾ ഈ CW ട്രാൻസ്മിഷൻ ഉണ്ട്, വളരെ ലോങ് ആയിട്ട് പോകാൻ പറ്റുന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ അത് ഡീകോഡ് ചെയ്യാനുള്ള അറിഞ്ഞിരിക്കണം. എങ്ങനെയാണെന്നുള്ള അതിനൊരു മെത്തേഡ് ഉണ്ട്. മോഴ്സ് കോഡ് പഠിക്കണം. അപ്പോൾ ആ CW ടോണ് നോക്കിയിട്ട് ആ വാക്കുകൾ എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുന്ന മെഷീനറികളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അത് സാങ്കേതിക വിദ്യ ഇങ്ങനെ ഡെവലപ്പായി വരുന്നതനുസരിച്ച് പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. എന്നാൽ അതിന് ശേഷം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഹാമുകൾ ഉപയോഗിക്കുന്നത് DMR-കളാണ്. DMR, ഡിജിറ്റൽ മൊബൈൽ റേഡിയോ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലേക്ക് മാറി തുടങ്ങി. ഹാം ഒബ്സലേറ്റഡ് ആണെന്നുള്ള ഒരു വാദം പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഹാമുകൾ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ട് വരുന്ന എല്ലാ സാങ്കേതിക വിദ്യ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് DMR, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ SDR, സോഫ്റ്റ്വെയർ ഡിഫൈൻ റേഡിയോ എന്ന സാങ്കേതിക വിദ്യയിലാണ് ഇപ്പോൾ പുതിയ ഹാമുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനാണ്. അനലോഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് മാറി ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ക്വാളിറ്റിയും കമ്മ്യൂണിക്കേഷൻ ക്വാളിറ്റിയും ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റി. അതുപോലെ D-Star, അങ്ങനെ കുറേ സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിജിറ്റലിലേക്ക് മാറിയത് കൊണ്ട് ഇപ്പോൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വരെ നടത്തുന്നുണ്ട് ഹാമുകൾ. ഹാം ഒരു ഒബ്സലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി അല്ല, വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജികൾ ഹാമുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കാര്യം, ചില സമയത്ത് പ്രകൃതി ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഈ നമ്മുടെ ട്രഡീഷണൽ കമ്മ്യൂണിക്കേഷൻ ഏതെങ്കിലും ഒരു മീഡിയനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ മൊബൈൽ ടവറുകൾ ഓപ്പറേറ്റ് ചെയ്യണം, ടവർ ടു ടവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതിന്റെ സെർവറുകൾ, അതിന്റെ കൺട്രോൾ സെന്ററുകൾ, ഇതെല്ലാം വർക്ക് ചെയ്താലേ നമുക്ക് അതിന്റെ കമ്മ്യൂണിക്കേഷൻ, ഒരു സാധാരണക്കാരന് ഒരു മൊബൈൽ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അത് ഡയറക്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ടവറിലേക്ക് സിഗ്നൽ പോയിട്ട് ടവറിന് കൺട്രോൾ സെന്ററിലേക്ക് പോയിട്ട് അത് അങ്ങനെ ആ ഒരു സർക്കുലേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേണം, ഒരു നെറ്റ്വർക്ക് വേണം.
ആ നെറ്റ്വർക്ക് സ്വാഭാവികമായിട്ടും ഈ ഡിസാസ്റ്ററുകൾ ഉണ്ടാകുമ്പോൾ നെറ്റ്വർക്ക് ഫെയിലാവും. ഇപ്പം നെറ്റ്വർക്ക് ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സംഭവം ഡെഡായി. സാധാരണ ഇതിൽ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഡെഡായി കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യപ്പെടും, നമ്മൾ ഒറ്റപ്പെട്ട രീതിയിലേക്ക് വരും. അതുപോലെ ലാൻഡ് ഫോണുകൾ വളരെ ലിമിറ്റഡ് ആയി മാറി. പിന്നെ ലാൻഡ് ഫോണുകളും വർക്ക് ചെയ്യാത്ത അവസ്ഥ വരും. ആ ഒരു സന്ദർഭത്തിൽ ഈ വയർലെസ് സാങ്കേതിക വിദ്യകൾ, പ്രത്യേകിച്ച് ഹാമുകൾക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ പറ്റും. പോലീസ്, മിലിറ്ററി അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ വയർലെസ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അവരുടേതായിട്ടുള്ള ജോലികളെ പാർട്ടികൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് സാധാരണ ഒരു ഹാം ലൈസൻസ് ഉള്ള ആൾക്ക് ഈ ഒരു വയർലെസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളത് കൊണ്ട് പലപ്പോഴും അവർക്ക് പിന്നെ പല ഡിപ്പാർട്ട്മെന്റിലായിട്ടുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് അവരുടെ താല്പര്യമാണ്. അത്തരം ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ലാസ്റ്റ് റിസോർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സംഭവമാണ് യഥാർത്ഥത്തിൽ ഹാം. അതിനെ വളരെ ചെറുതായിട്ട് കാണേണ്ടതില്ല. എല്ലാ ആധുനിക സാങ്കേതിക വിദ്യകളും ഹാമിലേക്ക് അവർ എത്തിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഹാം എന്നുള്ള അത് തീർച്ചയായിട്ടും അപ്ഡേറ്റഡ് ആണ്. അതിലേക്ക് കൂടുതൽ ആൾക്കാർ വരണം എന്നാണ് ഞാൻ പറയുന്നത്. കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണത്. ഞാൻ നേരത്തെ പറഞ്ഞു VHF കമ്മ്യൂണിക്കേഷൻ ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം അത് ലൈൻ ഓഫ് സൈറ്റ് ഓപ്പറേഷൻ ആണ് കൂടുതലും നടക്കുന്നത്. അതിന്റെ ആ സിഗ്നലിന്റെ ഒരു പ്രത്യേകത കാരണം അത് സ്ട്രെയിറ്റ് ലൈൻ കമ്മ്യൂണിക്കേഷൻ ആണ് പോസിബിൾ ആയിട്ടുള്ള ഞാൻ പറഞ്ഞു. അപ്പോൾ അതിന്റെ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റേഴ്സ് തന്നെ ഒരു സംവിധാനം വർക്ക് ചെയ്യുന്നത്. കേരളത്തിൽ ഇപ്പോൾ തൃശ്ശൂർ, കാലിക്കറ്റ്, കൊച്ചി, ഇടുക്കി, വടകര, വയനാട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം ഇങ്ങനെ ഒരുപാട് റിപ്പീറ്റേഴ്സ് ഹാമുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കേരളം മൊത്തം ഒരു സിഗ്നല് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഉള്ള സംവിധാനം ഇന്ന് നമ്മൾ കേരളത്തിലുണ്ട്. ചില ഹാമുകൾ അതിനുള്ള സംവിധാനങ്ങൾ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ഇത്രയും റിപ്പീറ്ററുകൾ ഇപ്പൊ നമ്മളെ ഒരു ഇതുപോലത്തെ ഒരു ഹാൻഡി സെറ്റുകൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന, ചിലപ്പോൾ പരമാവധി 10-20 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഈ സിഗ്നല് അത് പിടിച്ചെടുത്തിട്ട് റിപ്പീറ്ററുകൾ പിടിച്ചെടുത്തിട്ട് കേരളത്തിന് അങ്ങോളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്. റിപ്പീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഹാമുകൾ അത് സ്വന്തം നിലക്കാണ് അത് റിപ്പീറ്ററുകൾ സ്ഥാപിക്കുന്നത്. അത് റിപ്പീറ്റേഴ്സ് ഉള്ളത് കൊണ്ട് ഈ ഇത്തരം ഹാൻഡികളുടെയും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേഷനുകളുടെ ഒക്കെ റേഞ്ച് വളരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.